ഒരു കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടാവാത്ത പെൺകുട്ടികൾക്ക്, അല്ലെ ഒരു കുട്ടിയുണ്ടായി രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന പെൺകുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴെങ്കിലും ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതല്ല അതിന്റെ പരിഹാരം. കാരണം ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുട്ടിയെ വേണമെന്നുള്ള ആഗ്രഹം അവർക്ക് വരാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് കടക്കാൻ. പലപ്പോഴും അത് പേഷ്യന്റ് ലെവലിലും അത് കാണുന്ന ചില കാര്യങ്ങളിലും അത് മിസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ലെവൽ കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത്, അതായത് ഓവറിയുടെ പ്രവർത്തനം വളരെയധികം കുറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കും അവരെ സഹായിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മയോമെക്ടമി. ഇപ്പം ചിലർ പറയും ഓവറി സിസ്റ്റില്ല, ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു, അതിന് മുന്നേ ഞങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്നത് പോലും ഇൻഫെർട്ടിലിറ്റി കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു രീതിയും നമ്മുടെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് റിമൂവ് ചെയ്യേണ്ട രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അവർക്ക് ഫൈബ്രോയിഡോ സിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ട്, അവർ ലാപ്രോസ്കോപ്പിക്ക് വേണ്ടി റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ അത് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കുഞ്ഞിനെ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയുകയും, അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു ഡോണർ എടുത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ യൂട്രസിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടാതെയും വരും. സോ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ വലിയ സർജിക്കൽ പ്രൊസീജിയേഴ്സിലോട്ട് നീങ്ങാവുള്ളൂ.